ഇന്ന് കാണിക്കാൻ പോകുന്ന BS6 വണ്ടിയിലുണ്ടാകുന്ന സാധാരണ എന്താണ് മിസ്സിംഗ് ആണ്. നമുക്ക് എങ്ങനെ അത് പരിഹരിക്കുക എന്നുള്ളതാണ്. ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. അപ്പോൾ BS6 വണ്ടി ഈ വണ്ടി വന്നപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മിസ്സിംഗ് ഉണ്ട്. റൈഡ് ചെയ്യുന്ന സമയത്ത് റിവ്യൂ വരുന്ന സമയത്ത് മിസ്സിംഗ് ഉണ്ട്. അത് മിസ്സിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാൻ കരുതിയിട്ടാണ്. കാരണം BS6 വണ്ടി ഉപയോഗിക്കുന്ന ആൾക്ക് ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതേമാതിരി സാധാരണ വർക്ക്ഷോപ്പിൽ കയറ്റി കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഈ ഒരു വണ്ടി ശരിക്ക് സ്കാൻ ചെയ്യാതെ ഡയഗ്നോസ് ചെയ്യാതെ പ്രോപ്പറായിട്ട് വർക്ക് നമുക്കിത് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലുള്ള മിസ്സിങ് ഇത് കാര്യങ്ങൾ കോഡ് ഞാൻ കാണിച്ചത് എന്താണ് ഡയഗ്നോസ് ചെയ്ത് നോക്കാം നമുക്ക് ആദ്യം തന്നെ എന്താ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രോബ്ലംസ് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ അതെന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ തിരക്കായത് കാരണം എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഓക്കെ, നമുക്കിതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിലവിലുണ്ടായിരുന്ന പ്രശ്നം 2 പ്രശ്നങ്ങൾ കൂടിയിട്ടാണ് ഇതിൻ്റെ വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിസ്സാര പ്രശ്നമാണ്, നമുക്ക് ഡയഗ്നോസ് ചെയ്യാണ്. ഞാൻ അത് നോക്കുക. അപ്പോൾ ഞാൻ സാധാരണ ലോഞ്ചിൻ്റെ മൾട്ടി കാർ സ്കാനർ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ BS6 വണ്ടിയിൽ റോയൽ എൻഫീൽഡിൻ്റെ BS6 UC വണ്ടിയിൽ റോയൽ എൻഫീൽഡിൻ്റെ സ്കാനർ നമുക്ക് കമ്പനി തന്നിട്ടുണ്ടെങ്കിലും കൂടെ അത് കറക്റ്റായിട്ട് നമുക്ക് ഇതിന് ഡയഗ്നോസ് എടുക്കാൻ പറ്റില്ല. സ്റ്റാൻഡേർഡ് J സീരീസിൽ മാത്രമേ സക്സസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലോഞ്ചിൻ്റെ സ്കാനർ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഇതിന് അക്യുറേറ്റ് കറക്റ്റ് റീഡിങ് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. നോക്കുക. എറർ കാണിക്കുന്നത് റീസ്റ്റാർട്ട് ചെയ്യണം, റീബൂട്ട് ചെയ്യണം ആ സമയത്ത്. ഓക്കെ, ഒന്ന് ഓണായി വരട്ടെ. അപ്പം നമ്മൾ ഈ ഒരു സമയങ്ങളിൽ മെയിൻ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ മിസ്സിങ് വരുന്ന സമയങ്ങളിൽ ഫസ്റ്റ് അപ്പ് ഓണെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിനൊറ്റ സ്പാർക്ക് പ്ലഗ് മാത്രമേ ഉള്ളൂ. ഒറ്റ പ്ലഗിനാണ് വണ്ടി ഓടുന്നത്. ട്വിൻ സ്പാർക്ക് വണ്ടികൾ UC വണ്ടി ട്വിൻ സ്പാർക്ക് ആയിരുന്നു. BS6 ആയതിനു ശേഷം സിംഗിൾ സ്പാർക്കിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ സ്പാർക്ക് പ്ലഗ് കറക്റ്റ് ആണോ നോക്കുക. കറക്റ്റ് മാറാൻ വൈകിട്ടുണ്ടെങ്കിൽ ആ സ്പാർക്ക് പ്ലഗ് കൊണ്ട് അഡാപ്റ്റർ മാറ്റി കൊടുക്കുക, ഫസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ചെയ്യാനുള്ള പ്ലഗ് സമയം വൈകിട്ട് 20,000 കിലോമീറ്റർ കഴിഞ്ഞ വണ്ടിയാണ്. പ്ലഗിൻ്റെ അഡാപ്റ്റർ ഒന്നിച്ച് മാറ്റി കൊടുക്കുക. പ്ലഗ് മാത്രം മാറ്റുക, അഡാപ്റ്റർ കൂടി മാറ്റി കൊടുക്കണം കേട്ടോ. പ്ലഗ് ക്യാപ്പ് അടക്കി മാറ്റി കൊടുക്കണം. പിന്നെ രണ്ടാമത് നമുക്ക് വഴി കൊടുക്കാനുള്ള വേറെ വിഷയമാണ് റിലേസാണ്. അപ്പം അതിൻ്റെ റിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഒരു റബ്ബറിൻ്റെ ഇതിൽ ശരിക്ക് സീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. റബ്ബറിൻ്റെ ശരിക്ക് ഇതൊരു മൈനസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം BS6 ഏറ്റവും കൂടുതലൊരു വിഷയം വരുന്നത് റിലേസാണ്. അപ്പോൾ ഈ റിലേസ് ഒന്നുകൂടി ഷേക്ക് ആവുക, അല്ലെങ്കിൽ പിന്ന് ലൂസാവുക. വണ്ടി ഓടുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവുക, വൈബ്രേഷൻ അനുസരിച്ച് പിന്ന് ലൂസാവുക, ആ അനുസരിച്ച് റിലേന് കോൺടാക്റ്റ് കിട്ടാതാവുക. ആ സമയത്ത് ഡയഗ്നോസ് സമയത്ത് അല്ലെങ്കിൽ സർക്യൂട്ട് ഹൈ അല്ല സർക്യൂട്ട് ലോ എന്ന് കാണിക്കും. അപ്പം ഫ്യൂൽ പമ്പിൻ്റെ സർക്യൂട്ട് ലോ അല്ല ഹൈ എന്നാണ് കാണിക്കുക. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ 2 റിലേ അങ്ങ് മാറ്റി കൊടുക്കുക കേട്ടോ. ലൂസ് കോൺടാക്റ്റ് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലൂസ് കോൺടാക്റ്റ് ആണെങ്കിൽ ശരിക്കും സർക്യൂട്ട് ഓപ്പൺ എന്ന് കാണിക്കുക, അല്ലെങ്കിൽ സർക്യൂട്ട് ഹൈ എന്ന് കാണിക്കും. അപ്പോൾ സർക്യൂട്ട് ഹൈ എന്ന് കാണിക്കുക എന്നുള്ളത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് സർക്യൂട്ട് ലോ എന്നൊക്കെ കാണിക്കുക എന്നുണ്ടെങ്കിൽ ഈ 2 റിലേ അങ്ങ് മാറ്റി കൊടുക്കുക. 2 റിലേ, അതായത് ഇവിടെ വരുന്നത് കേട്ടോ, മുകളിൽ താഴോട്ടുള്ള ലാസ്റ്റ് 2 റിലേ മാറ്റി കൊടുക്കുക. ഈ 2 റിലേ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് എങ്ങനെ നമുക്ക് കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കില്ല, ഒരു പിക്കപ്പ് കുറവ് കാണിക്കും. വണ്ടിക്ക് ഒരു പിക്കപ്പ് കുറവായിട്ട് കാണിക്കും. ചെറിയ ആക്സിഡൻറ്റ് കൊടുക്കുന്ന വണ്ടി നീങ്ങാത്ത മാതിരി തോന്നും, മൂവിങ് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ 2-3 കിലോമീറ്റർ കഴിഞ്ഞ ശേഷമായിരിക്കും മിസ്സിങ് ഉണ്ട് വരിക. ആ മിസ്സിങ് വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ കളിപ്പിച്ചതിന് ശേഷം വീണ്ടും ആക്സിഡൻറ്റ് വീണ്ടും നീങ്ങും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്, റിലേൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് അത് വരുന്നത്. വേറെ ഒന്നിലേക്കും പോകേണ്ട കാര്യമല്ല, ഇത് റിലേ ആണ്. ഇതിൻ്റെ ഈ 2 റിലേ മാറ്റി കൊടുത്തതിന് ശേഷം മാത്രം നോക്കുക. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കാനുള്ള ഡയഗ്നോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് വണ്ടി കൊണ്ടുപോയിട്ട് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. ഫ്യൂൽ പമ്പ് ഇതിൻ്റെ കംപ്ലയിൻസ് ആയാലും വളരെ കുറവാണ്. ഇതിൻ്റെ നമുക്ക് കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. 5350 രൂപയാണ് ഫ്യൂൽ പമ്പിന് വരുന്നത് കേട്ടോ. എപ്പോഴും ഞാൻ പറഞ്ഞു 2 ലിറ്റർ പെട്രോൾ എന്തായാലും നിങ്ങൾ ആ ഒരു ടാങ്കിൽ സൂക്ഷിച്ച് ഓടിക്കഴിഞ്ഞാൽ അതിന് പമ്പിന് യാതൊരു കംപ്ലയിൻറ്റും വരില്ല. പിന്നെ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇതിനിപ്പോൾ ഇന്ന് പറയുന്ന മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ മിസ്സിങ് ഈ ഫ്യൂൽ പമ്പിൻ്റെ റിലേ ആയിരുന്നു. ഈ 2 റിലേ മാറ്റി കൊടുത്തിട്ടുണ്ട്.
അതോടെ ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കംപ്ലയിൻസും ഉണ്ട് വണ്ടിക്ക്, അത് ഞാൻ കാണിച്ചു തരാം. നോക്കുക, ബാറ്ററി ലോ ആണ് സ്കാനറിൽ, അതുകൊണ്ടാണ് ഈ കളി കളിക്കുന്നത്. ചാർജ് കുറവാണ്. സോറി, അതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഓക്സിജൻ സെൻസർ കറക്റ്റായിട്ട് റീഡ് ആവുന്നില്ല. റീഡ് ആവുന്നുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ടുള്ള റീഡിങ്ങിലേക്ക് വരുന്നില്ല. ഒരു ഹാഫ് റീഡിംഗ് ഒക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഫ്യൂവൽ റിച്ച് കാണിക്കും, റിച്ച് മിക്സറെ കാണിക്കുക. അത് കാണിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഓക്സിജൻ സെൻസർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന സംഗതിയാണ്. വല്ലാതെ അങ്ങനെ ഇട്ട് ഓടേണ്ട സംഗതിയല്ല, ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വളരെ നന്നായിരിക്കും. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ സെൻസർ കംപ്ലൈൻ്റ് ആണ്, ഓക്സിജൻ സെൻസർ പോയിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ സെൻസർ മാറ്റി, ഓക്സിജൻ സെൻസർ എന്താണ് കാണിക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തത്, സ്കാനർ എടുത്തത്. ഒന്നുകൂടി നോക്കട്ടെ. ടൈം ലാഗ് അടിക്കേണ്ട, ക്ഷമിക്കണം, ഇതിൻ്റെ ഒരു കളിയാണ്. ഞാനത് പ്രതീക്ഷിച്ചില്ല. ചാർജ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു മിസ്സിങ് വന്നാൽ ഉടനെ തന്നെ ത്രോട്ടിൽ ബോഡി പോയി അഴിക്കാനോ അല്ലെങ്കിൽ ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ മുകളിൽ കളിക്കാനോ നിൽക്കരുത്. അത് ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ ഒരു കാര്യം നോക്കിയാൽ മതി. ചില സമയത്ത് പ്രതീക്ഷിക്കാതെ പണി വരും സ്കാനർ. ഒരു 3-4 സ്കാനർ ഉണ്ടായത് വല്ലാതൊരു കെയറിങ് കൊടുക്കലുമില്ല, അതൊരു വിഷയമാണ്. നെറ്റ്വർക്ക് ഫെയിലിയർ. ഓക്കെ, ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട്, അതായത് വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കാണിക്കുന്നത്. അപ്പോൾ ഈസിയോ മാറ്റി വെച്ച വണ്ടികളുടെ നമ്പർ കാണിക്കില്ല. നിങ്ങൾ വണ്ടി ഏതെങ്കിലും യൂസ്ഡ് നടക്കുന്ന വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്നോസ് ചെയ്ത പ്രോപ്പർ ഡയഗ്നോസ് ടൂൾ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാനുഫാക്ചർ നമ്പർ കാണിക്കും കേട്ടോ. ECMൻ്റെ ME എന്നുള്ള ആ നമ്പർ കാണിച്ച് വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് പറയുക, VIN നമ്പർ. അപ്പോൾ VIN നമ്പർ കാണിക്കുക എന്നുണ്ടെങ്കിൽ ECM സ്റ്റോക്ക് ECM ആണ്, അത് മനസ്സിലാക്കുക. ഞങ്ങൾക്കിതൊരു കോഡ് റീഡ് ഫോൾ കോഡ് അടിക്കാം. ബാങ്ക് 1 ഹീറ്റർ കൺട്രോൾ സർക്യൂട്ട് എന്നാണ് കാണിക്കുന്നത്. അത് പെൻഡിങ് ആണ്, കറണ്ടുമാണ്. അപ്പോൾ ഈ ഒരു ഇത് നമുക്ക് ഒന്ന് കോഡ് എറേസ് ചെയ്ത് നോക്കാം കേട്ടോ. ക്ലിയർ ഫാൾട്ട് കോഡ്. യെസ് ഒന്നുകൂടെ റീഡ് ചെയ്ത് നോക്കാം. അത് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെൻസർ കംപ്ലൈൻ്റ് ആണ്.
സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, സെൻസർ മാറ്റിയാലേ ഈ ഒരു വിഷയം തീരുള്ളൂ. അപ്പോൾ ഈ ഒരു സംഗതി ചെയ്യുന്നതോട് കൂടെ നമ്മൾ സെൻസർ മാറ്റി കൊടുക്കുക. സെൻസർ ഓക്സിജൻ സെൻസർ പോയി എന്ന് കരുതിയിട്ട് വണ്ടി ഓടും, ചെറിയൊരു പ്രശ്നം മാത്രമേ കാണിക്കുള്ളൂ. ആ ഓക്സിജൻ സെൻസർ പോയി കഴിഞ്ഞാൽ ഓക്സിജൻ സെൻസറിൻ്റെ റീഡിങ് എങ്ങനെയാണോ അതനുസരിച്ചാണ് ഫ്യൂവൽ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതിൻ്റെ റീഡിങ് ഓക്സിജൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ ഫ്യൂവൽ പിന്നെ അതിൻ്റെ പൾസ് വിടുത്ത് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ സെൻസർ എപ്പം പോയി കഴിഞ്ഞാൽ ഓക്സിജൻ സെൻസർ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് കീഴിൽ നിന്ന് പെട്രോൾ അടിച്ച് ചെയ്തിട്ട് പൈസ കാലിയാവും. അതാണ് സംഭവിക്കുക. മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവും, പെർഫോമൻസ് നല്ല മാറ്റം വരും കേട്ടോ. അപ്പോൾ ഈ BS6 വണ്ടിയിൽ ഞാൻ പറഞ്ഞു ഈ ഒരു വിഷയത്തിലുണ്ടായിരുന്ന പിന്നെ കംപ്ലയിൻറ്റ്സ് മെയിൻ ആ 2 റിലേ ആയിരുന്നു. പിന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഏതൊരു വണ്ടി BS6 വണ്ടി മിസ്സിങ് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം ഫ്യൂൽ പമ്പ് ഓൺ ആക്കി ഇത് ഇഗ്നിഷൻ ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ചെവി വെച്ചിട്ട് ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ശരിക്കും നോയ്സ് കേക്ക് ഇവിടെ കേക്ക് ഞാൻ കേൾപ്പിച്ചു തരാം. ഇഗ്നിഷൻ ഓൺ ആകുന്ന സമയത്ത് മൈക്ക് ഇവിടെ കുടുങ്ങി. ഒരു മിനിറ്റ്. ഓക്കെ, ഇഗ്നിഷൻ ഓൺ ആകുന്ന സമയത്ത് ഈ ഫ്യൂൽ ഈ ഒരു സൗണ്ട് നിങ്ങൾക്ക് വരുന്നില്ല എങ്കിൽ ഈ റിലേ അയച്ചിട്ട് ഈ റിലേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഈ റിലേ ഒന്ന് ലൂസ് കോൺടാക്ട് ഉണ്ടെങ്കിൽ ആ സൗണ്ട് വരും കേട്ടോ. ആ സൗണ്ട് വരുന്നില്ല എങ്കിൽ എത്ര തന്നെ സെൽഫ് അടിച്ചിട്ടും കാര്യമില്ല, വണ്ടി സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ ആദ്യം അത് നോക്കുക. എന്നിട്ട് സൗണ്ട് വരുന്നുണ്ട്, ഒക്കെ ഓക്കെയാണ്, വണ്ടി മിസ്സിങ് ഉണ്ട് എങ്കിൽ ആദ്യം സ്പാർക്ക് പ്ലഗിൻ്റെ ക്യാപ്പ് അഡാപ്റ്റർ ഒരു ഡയറക്റ്റ് ഒന്ന് കൊടുത്ത് നോക്കുക. ഡയറക്റ്റ് കൊടുത്തിട്ട് വണ്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലഗിൻ്റെ അഡാപ്റ്റർ മാറ്റിക്കളയുക. അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ കഴിഞ്ഞ് പ്ലഗ് ആണോ ഒന്നും നോക്കാൻ സ്പാർക്ക് പ്ലഗ് മാറ്റിക്കളയാം കേട്ടോ. ഇതാണ് നോക്കാനുള്ളത്. പിന്നെ ഈ മിസ്സിങ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വിഷയം, കുറച്ച് ഓടിയതിൻ്റെ ശേഷം നമ്മൾ പെർ ലോസ് കാണിക്കുക. അതേമാതിരി മിസ്സിങ് കുറച്ചൊരു 2-3 കിലോമീറ്റർ വീണ്ടും മിസ്സിങ് കാണിക്കുക. അങ്ങനെയാണ് 2 റിലേയും മാറ്റിക്കളയുക. ഇതാണ് ഇതിന് മെയിൻ വരുന്ന വിഷയം. അത് മാക്സിമമായിട്ട് ഡയഗ്നോസ് ചെയ്താൽ നോക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. ഡയഗ്നോസ് ചെയ്യുന്ന സെൻറ്ററിൽ പോയിട്ട് നിങ്ങൾ വണ്ടി ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ് ഷൂട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ ലാഭം ചിലവില്ല. സാധാരണ BS4 വണ്ടി ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കാൻ പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.